അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 27 ബുധനാഴ്ച. കർണാടകയിൽ സിദ്ധരാമയ്യ രാജിവെച്ച് ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കും. സിദ്ധരാമയ്യ നാളെ രാജിവെച്ചേക്കും. മുഖ്യമന്ത്രി പദം പങ്കിടാൻ മുൻ ധാരണയുണ്ടായിരുന്നു. ഡൽഹിയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി നടത്തിയ മാരത്തൺ ചർച്ചയ്ക്കൊടുവിൽ രാജിക്ക് വഴങ്ങിയ സിദ്ധരാമയ്യയെ രാജ്യസഭാംഗമാക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ എന്നിവരാണ് ചർച്ച നടത്തിയത്. രാജ്യസഭാ സീറ്റുകളെക്കുറിച്ചാണ് ചർച്ചയെന്നാണ് വേണുഗോപാൽ പറഞ്ഞിരുന്നത്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് പിന്തുണ തേടി പ്രധാനമന്ത്രിയുമായും ധനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. PM ശ്രീ പദ്ധതിയിലെ നിയമപ്രശ്നങ്ങൾ പരിശോധിക്കും. ദേശീയപാത സ്ഥലമേറ്റെടുപ്പ് തുകയിൽ ഇളവ് തേടി. കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടു. കിഫ്ബിയുടെ ബാധ്യതകൾ പഠിച്ച ശേഷം കടമെടുപ്പിന്റെ കാര്യത്തിൽ തീരുമാനം. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച് ധവളപത്രം ഇറക്കുമെന്നും മുഖ്യമന്ത്രി ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. +2 പരീക്ഷയ്ക്ക് 77.97% വിജയം. മുൻ വർഷത്തേക്കാൾ 0.16% കൂടുതൽ. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1990 സ്കൂളുകളിൽ 3,72,423 പേർ പരീക്ഷ എഴുതി. ഇതിൽ 2,90,398 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 72.49% വിജയം. കേരളത്തിൽ അഴിമതി ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപയുടെ സമ്മാനം. അഴിമതിക്കെതിരെ വിജിലൻസിന്റെ മാസ് ആക്ഷൻ പദ്ധതി പ്രഖ്യാപിച്ച് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തെ അഴിമതി മുക്തമാക്കാൻ പ്രോജക്ട് സീറോ എന്ന പദ്ധതിയാണ് നടപ്പാക്കുന്നത്. LDF അവസാനിച്ചെന്ന് ആരും കരുതേണ്ടെന്നും വലതുപക്ഷ കേന്ദ്രങ്ങളിലെ മതിമറന്നുള്ള സന്തോഷത്തിൽ കാര്യമില്ലെന്നും പ്രതിപക്ഷ നേതാവും CPM പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ. എന്തുകൊണ്ട് ജനം മാറ്റി നിർത്തിയെന്ന കാര്യം എല്ലാവരും പരിശോധിച്ചു വരികയാണ്. തിരുത്തൽ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുനമ്പത്തെ പാവപ്പെട്ടവരെ ഇറക്കിവിടുന്ന സാഹചര്യം ഉണ്ടാകില്ലെന്ന് ഉറപ്പു നൽകുന്നതായി മുഖ്യമന്ത്രി VD സതീശൻ. എത്രയും പെട്ടെന്ന് അവർക്ക് നികുതി അടയ്ക്കാനുള്ള സംവിധാനം ഒരുക്കുമെന്നും ഭൂമിയിൽ പൂർണ്ണ അവകാശം വാങ്ങിക്കൊടുക്കുമെന്നും VD സതീശൻ. മുനമ്പം ഭൂമി തർക്ക വിഷയം കേന്ദ്രത്തിന് മുന്നിലെത്തിച്ച് BJP സംസ്ഥാന അധ്യക്ഷനും നേമം MLAയുമായ രാജീവ് ചന്ദ്രശേഖർ. കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജുവുമായി കൂടിക്കാഴ്ച നടത്തിയ രാജീവ് ചന്ദ്രശേഖർ വിവാദ ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾക്കുള്ള ആശങ്ക പരിഹരിക്കണമെന്ന് കേന്ദ്രമന്ത്രിയോട് ആവശ്യപ്പെട്ടെന്നും അറിയിച്ചു. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് എന്നിവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി തീർപ്പാക്കി. രാവിലെ കേസ് പരിഗണിച്ചപ്പോൾ അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാതിരുന്ന പ്രോസിക്യൂഷനെ കോടതി രൂക്ഷമായി വിമർശിച്ചു. കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പ്രതിമാസം 1,000 രൂപ നൽകുമെന്ന ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പാക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കണക്കെടുപ്പ് തുടങ്ങി. വർഷത്തിൽ 800-ലേറെ കോടി രൂപ ചെലവഴിക്കേണ്ടി വരുമെന്നാണ് പ്രാഥമിക വിവരം. കണ്ണൂർ SP ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ബാരിക്കേഡ് തകർത്ത പ്രവർത്തകർ ഓഫീസിലേക്ക് ഇരച്ചുകയറി. പോലീസ് കമ്മീഷണറുടെ വാഹനം തകർത്തു. ബാരിക്കേഡും വശത്തുണ്ടായിരുന്ന മതിലും തകർത്താണ് SFI പ്രവർത്തകർ ഓഫീസിലേക്ക് കയറിയത്. സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും SFI നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. കുറെ നാളുകളായി ചിലർ കഥകൾ ചമച്ച് തന്നെ വേട്ടയാടുകയാണെന്ന് AICC സെക്രട്ടറി TN പ്രതാപൻ. വ്യക്തി അധിക്ഷേപത്തിനെതിരെ പ്രതാപൻ തൃശൂർ റൂറൽ SP ക്ക് പരാതി നൽകി.
അപമാനിച്ചും അപകീർത്തിപ്പെടുത്തിയും ഒളിയമ്പ് ചെയ്ത് ഇല്ലാതാക്കാൻ ശ്രമിച്ച് ആഹ്ലാദിക്കുന്നവർ അത് തുടരട്ടെയെന്നും പ്രതാപൻ പറഞ്ഞു. സൌദി ബാലന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ റിയാദിൽ ജയിലിലായിരുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവ് തയ്യാർ. രാജ്യം വിടാനുള്ള എമിഗ്രേഷൻ നടപടികൾ ഉടൻ പൂർത്തിയാക്കി 2 ദിവസത്തിനകം നാട്ടിലെത്തുമെന്ന് നിയമസഹായ സമിതി വ്യക്തമാക്കി. അബ്ദുൾ റഹീമിന്റെ 20 വർഷത്തെ ശിക്ഷാ കാലാവധി പൂർത്തിയായിരുന്നു. മരിച്ച ബാലന്റെ കുടുംബത്തിന് പണം നൽകി വധശിക്ഷ ഒഴിവാക്കിയിരുന്നു. വാഹനാപകടത്തിന്റെ പേരിൽ സർവീസിൽ നിന്ന് പുറത്താക്കിയ ഡ്രൈവറെ കെഎസ്ആർടിസി തിരിച്ചെടുത്തു. ചടയമംഗലം ഡിപ്പോയിലെ ഡ്രൈവർ ആർ ബിനുവിനെയാണ് കോർപ്പറേഷൻ തിരിച്ചെടുത്തത്. ബിനു ഹൈക്കോടതിയിൽ നിയമപോരാട്ടം നടത്തിവരികയായിരുന്നു. മന്ത്രിയായിരുന്ന ഗണേഷ് കുമാർ ഇടപെട്ടാണ് ബിനുവിനെ പിരിച്ചുവിട്ടത്. കോഴിക്കോട് പന്തീരാങ്കാവിൽ വിദ്യാർത്ഥി സ്വയം വെടിവെച്ച് മരിച്ചു. കാർത്തിക് എന്ന 21-കാരനാണ് മരിച്ചത്. തൊണ്ടയാട് റൈഫിൾ ക്ലബിലെ അംഗമായതിനാൽ ലൈസൻസുള്ള തോക്ക് കൈവശമുണ്ടായിരുന്നു. തമിഴ്നാട് ഗൂഡല്ലൂർ പാക്കണയിൽ കാട്ടാന ആക്രമണത്തിൽ മലയാളിയായ 14-കാരൻ മരിച്ചു. പന്തല്ലൂർ സ്വദേശി മിസ്ഹബാണ് മരിച്ചത്. ടൌണിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നതിനിടെ ആന ആക്രമിക്കുകയായിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വർഷങ്ങളോളം പീഡിപ്പിച്ച കേസിൽ ജോത്സ്യനെ കിളിമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കടയ്ക്കൽ ചിന്നേലി സ്വദേശി ശരത് ബാബുവാണ് പിടിയിലായത്. കുടുംബത്തിന് ഐശ്വര്യമുണ്ടാകാനെന്ന് വിശ്വസിപ്പിച്ച് 13ഉം 17ഉം വയസ്സുള്ള പെൺകുട്ടികളെയാണ് ഇയാൾ വർഷങ്ങളായി ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയത്. അനധികൃത കുടിയേറ്റത്തെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ ഉന്നതതല സമിതിയെ നിയോഗിച്ചു. വിരമിച്ച സുപ്രീംകോടതി ജഡ്ജി പ്രകാശ് പ്രഭാകർ നാവലേക്കറാണ് സമിതി അധ്യക്ഷനെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വെളിപ്പെടുത്തി. മുൻ IAS ഉദ്യോഗസ്ഥൻ ദുർഗ ശങ്കർ മിശ്ര, മുൻ IPS ഉദ്യോഗസ്ഥൻ ബാലാജി ശ്രീവാസ്തവ, സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ ഷാമിക രവി എന്നിവരോടൊപ്പം സെൻസസ് കമ്മീഷണറും സമിതിയിൽ അംഗങ്ങളായിരിക്കും. CBSEയുടെ OSM പോർട്ടൽ പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ വ്യക്തമാക്കി. പോർട്ടലിന് സുരക്ഷാ വീഴ്ചയില്ല. പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വിവരവും ചോർന്നിട്ടില്ല. 8 ലക്ഷത്തിലധികം ഉത്തരപേപ്പറുകളുടെ പകർപ്പുകൾ ഇതിനകം വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുണ്ടെന്നും ബോർഡ് കൂട്ടിച്ചേർത്തു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോഫിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, the ultimate dandruff solution. വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണത്തിന്റെ നിയമസാധുത ചോദ്യം ചെയ്യുന്ന ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ജി എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് വിധി പറയുക. ബീഹാറിലെ SIRനെതിരെ നൽകിയ ഹർജികളാണെങ്കിലും രാജ്യമൊന്നാകെ ബാധിക്കുന്നതാകും വിധി. ദേര സച്ച സൌദ തലവൻ ഗുർമീത് റാം റഹീം സിംഗിന് 8 വർഷത്തിനിടെ 16ാമത്തെ പരോൾ. അനുയായികളായ 2 സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത കേസിൽ 20 വർഷം തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഗുർമീത് റാം റഹീം സിംഗിന് ഇപ്പോൾ 30 ദിവസത്തെ പരോളാണ് അനുവദിച്ചത്. ഇതുവരെ 3193 ശിക്ഷാ ദിവസങ്ങളിൽ 406 ദിവസവും ജയിലിന് പുറത്താണ് ചെലവഴിച്ചതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. പശ്ചിമ ബംഗാളിലെ പൊതുജനങ്ങൾക്ക് വമ്പൻ ദീപാവലി പെരുന്നാൾ സമ്മാനം പ്രഖ്യാപിച്ച് സർക്കാർ. സംസ്ഥാന സർക്കാർ നടത്തുന്ന സബ്സിഡി ക്യാന്റീനുകളിലൂടെ 5 രൂപയ്ക്ക് മത്സ്യമടങ്ങുന്ന ഊണ് ലഭ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പ്രഖ്യാപിച്ചു. കല്യാണിയിൽ നടന്ന ഭരണതല അവലോകന യോഗത്തിലാണ് മുഖ്യമന്ത്രി ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത്. മുഖ്യമന്ത്രിമാരുടെ സുരക്ഷാ വാഹന വ്യൂഹത്തിന്റെ ഭാഗമായി അനുഗമിക്കാറുള്ള ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ട് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. വാഹനങ്ങളുടെ എണ്ണം 11ൽ നിന്ന് 3ആയി ചുരുക്കിയെന്ന് അദ്ദേഹം അറിയിച്ചു. ഇറാന്റെ വ്യോമാതിർത്തിയിലേക്ക് കടന്ന അമേരിക്കയുടെ അത്യാധുനിക ഡ്രോൺ വെടിവെച്ചിട്ടെന്ന അവകാശവാദവുമായി ഇറാൻ. അമേരിക്കയുടെ MQ-9 റീപ്പർ ഡ്രോണാണ് വെടിവെച്ചിട്ടതെന്നാണ് ഇറാൻ വിശദമാക്കുന്നത്. ബെൽജിയത്തിൽ സ്കൂൾ ബസും ട്രെയിനും കൂട്ടിയിടിച്ച് 2 കുട്ടികൾ ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടു. ഫ്ലാൻഡേഴ്സ് മേഖലയിലുള്ള ബുഗൻഹൌട്ട് എന്ന സ്ഥലത്തെ ലെവൽ ക്രോസിംഗിൽ വെച്ചാണ് അപകടം നടന്നത്. മിഡിൽ ഈസ്റ്റിലെ അറബ് രാജ്യങ്ങൾ ഇനി അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് സംരക്ഷണ കവചമായി പ്രവർത്തിക്കില്ലെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള മുജ്തബ ഖമേനി. വിശുദ്ധ ഹജ്ജ് തീർത്ഥാടനത്തോടനുബന്ധിച്ച് പുറത്തുവിട്ട സന്ദേശത്തിലാണ് ഗൾഫ് മേഖലയിലും ആഗോളതലത്തിലും രൂപപ്പെടുന്ന പുതിയ ക്രമത്തെക്കുറിച്ച് ഖമേനി വ്യക്തമാക്കിയത്. അമേരിക്കയും ഇറാനും തമ്മിൽ രൂപപ്പെടുന്ന സമാധാന കരാറിനെക്കുറിച്ചുള്ള വാർത്തകൾ ഇസ്രയേലിൽ ആശങ്ക സൃഷ്ടിച്ചതോടെ
പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു സുരക്ഷാ ക്യാബിനറ്റ് യോഗം വിളിച്ചു. ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ലെബനനെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിക്കാൻ അമേരിക്ക ഇപ്പോഴും സന്നദ്ധമാണെന്ന് യുഎസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ ആക്രമണം ശക്തമാക്കുന്നതിനിടെയാണ് അമേരിക്കയുടെ പ്രതികരണം. ഐപിഎല്ലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിലെത്തി. ആദ്യ ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിനാണ് ബംഗളൂരു പരാജയപ്പെടുത്തിയത്. ധരംശാല ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനെത്തിയ ആർസിബി 5 വിക്കറ്റ് നഷ്ടത്തിൽ 254 റൺസാണ് നേടിയത്. 33 പന്തിൽ പുറത്താവാതെ 93 റൺസെടുത്ത രജത് പട്ടിദാറാണ് ബംഗളൂരുവിനെ കൂറ്റൻ സ്കോറിലേക്ക് നയിച്ചത്. വിരാട് കോഹ്ലി, കൃണാൽ പാണ്ഡ്യ എന്നിവരുടെ ഇന്നിംഗ്സുകളും നിർണായകമായി. മറുപടി ബാറ്റിംഗിൽ ഗുജറാത്ത് 19.3 ഓവറിൽ 162 റൺസിന് എല്ലാവരും പുറത്താവുകയായിരുന്നു. അതേസമയം ഗുജറാത്തിന് ഫൈനലിലെത്താൻ ഒരവസരം കൂടിയുണ്ട്. ഇന്നത്തെ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരത്തിൽ ജയിച്ചുവരുന്ന ടീമുമായി ഗുജറാത്ത് ഇനി 29-ന് കളിക്കും. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.